ഹലോ ഗായ്സ്, നവമി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരിമ്പിൻ്റെ സീസണല്ലേ. ഇത് നവമിയുടെ 2-3 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. മോനൊരു കഷ്ണം കരിമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ വലിയ കരിമ്പും തണ്ടന്നെ വാങ്ങിച്ചു. 100 രൂപയേ ഉള്ളൂ. പറഞ്ഞിട്ടെന്നത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങൾ അംഗനവാടിയും വിട്ട് കൊണ്ടുപോവാ വീട്ടിലേക്ക്. അങ്ങനെ നവമിയുടെ 2 ദിവസം മുമ്പ് ഞങ്ങൾ പിഷാരികാവിൽ പോയി. പിഷാരികാവിൽ ഓട്ടംതുള്ളലോ ഇതെന്തോ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണവും കഴിഞ്ഞ് നമ്മളിതാ ആനേനെ കാണാൻ വന്ന കേട്ടോ. അയ്യപ്പൻ ആനേൻ്റെ പേര്. ആനയ്ക്ക് കരിമ്പെല്ലാം കൊടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു. വീണ്ടും അമ്പലത്തിൽ തന്നെ വന്ന്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് തിരക്കുണ്ട്. വീണ്ടും പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടോ. നവമി ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ ഒരു മ്യൂസിക്കിൻ്റെ ക്ലാസ്സിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. ശ്രീജിത്ത് സാറാണ്. ആളത് സംഭവം ഫേമസ് ആട്ടോ. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് ഹരിചന്ദന, അർജിത ആള് നല്ല വൈറൽ താരമായിരുന്നു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ. കാരണം ദിലീപിനെ വരെ കരയിപ്പിച്ചു ഇല്ലായിരുന്നു ഒരു പാട്ട്. ഞാൻ കാണാറില്ല ടോപ്പ് സിംഗർ, എങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഒരു മോന് രാമകഥ പാടിയപ്പം പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് നല്ല വൈറലായിരുന്നു. പിന്നെ ഈ അടുത്ത് പാടിയത് ഒരു പാട്ട് വൈറലായിട്ടുണ്ട്. അപ്പം അവർ 2 പേരുടെയും നല്ല പാട്ടുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പിന്നെ എല്ലാവരും നവമിയോടനുബന്ധിച്ചല്ലേ കലാരംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്യുക അല്ലേ. ഇവിടെ പാട്ടുണ്ട്, കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, പിന്നെ ചെണ്ടുണ്ട്, ഡ്രോയിങ് ഉണ്ട്, അങ്ങനെ കുറേ കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സാറാണ്. ഈ അർജിത മോളുടെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ടോപ്പ് സിംഗറിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ നേരിട്ട് കേട്ടപ്പം സൂപ്പറായിരുന്നു. അതുപോലെ ഹരിചന്ദനയും 2 പേരും ഞങ്ങളെ നാട്ടുകാരികളാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാറിൻ്റെ ഒരു ട്രൂപ്പ് തന്നെയാണ്, സ്റ്റുഡൻസ് തന്നെയാണ്, വേറെ ബ്രാഞ്ചിലുള്ള. അവരും വന്ന് ഒരു പാട്ടിൻ്റെ ഒരു എന്താ പറയുക അത് തന്നെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ അഡ്മിഷനും എടുത്തു. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടാണ്. ആർക്ക് വേണമെങ്കിലും കരോക്കിൽ പാടാം. ഇതൊക്കെ ഒരു അവസരമല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നവമിയാണ്, ബുക്ക് പൂജ എടുക്കണം. ഇവിടെ അഡ്മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.